അസൽ ഉണ്ണിക്കണ്ണൻ തന്നെയാ. ആരാ മോനെ എങ്ങനെ ഒരുക്കി തന്നേ? വേറെ ആര്? അമ്മ തന്നെ. അനുനെ കീർത്തിയെ ഗോപികമാരെ പോലെ ഒരുക്കിയതും അമ്മ തന്നെയാ. കുട്ടികളെ വളരെ നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട് മോളെ. അമ്മമ്മ പറ, എന്നെ കാണാൻ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. അമ്മമ്മ, അപ്പൊ ഞങ്ങളോ? നിങ്ങൾ രണ്ട് സുന്ദരികളല്ലേ, എപ്പോഴും സുന്ദരികളായിരിക്കും. വല്യച്ച ചെറിയച്ച, ഇനി നിങ്ങൾ പറയ എങ്ങനെയുണ്ടെന്ന്. വല്യമ്മ ചെറിയമ്മ, നിങ്ങളും പറയ എങ്ങനെയുണ്ടെന്ന്. ശരിക്കും ഉണ്ണിക്കണ്ണനെ പോലെ ഉണ്ട്. അച്ഛനെന്താന്ന് പറയാത്തെ? എത്ര പേര് പറയാനടാ? നിങ്ങൾ എല്ലാവരോടും ചോദിച്ചില്ലേ? നല്ല ഭംഗിയുണ്ട് ഉണ്ണി. ഈ ശ്രീകൃഷ്ണ വേഷം നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. താങ്ക് യു അച്ഛാ. അമ്മയും കൂടി ഒന്ന് പറയ. ഉണ്ണിക്കണ്ണനെ യശോദ പുകഴ്ത്തണോ? ജയന്തി, ഉണ്ണിയെ കാണുമ്പോ അഭിയുടെ കുട്ടിക്കാലം ഓർമ്മ വരുന്നുണ്ടോ? കുഞ്ഞു പ്രായത്തിൽ അഭിയും ഇതുപോലെ സുന്ദരനായിരുന്നു. കേട്ടോ മോളെ വസു, നിന്റെ അമ്മായില്ലേ, നീ ഇപ്പൊ ഉണ്ണിയെ ഒരുക്കിയതുപോലെ അഭിയെ ഒരുക്കുമായിരുന്നു. കൃഷ്ണവേഷത്തിൽ അഭി എന്ത് നല്ല സുന്ദരനായിരുന്നോ. അത് ശരിയാ. ഇപ്പോഴാ അവൻ അധികം ഒന്നും സംസാരിക്കാത്തത്. ചെറുപ്പത്തിലെ കൃഷ്ണവേഷം കെട്ടുമ്പോ കലപിലാന്ന് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോ ആ കാലത്തെ ഏട്ടനെ കാണാൻ ഉണ്ണിക്കണ്ണനെ പോലെയായിരുന്നോ? പ്ലീസ് കളിയാക്കരുത്. ഞാൻ അതിന് ചിരിച്ചില്ലല്ലോ. ഇപ്പൊ ചിരിച്ചില്ലേ? ഇല്ലല്ലോ. ഇപ്പോഴും ചിരിച്ചോണ്ടിരിക്ക. മതിയാക്കി. ആക്ച്വലി ഞാൻ കൃഷ്ണവേഷം കെട്ടിയാൽ വളരെ നന്നായിരിക്കും. എന്റെ അമ്മയച്ഛനും പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ വിശ്വസിച്ചു. വിശ്വസിച്ചിട്ടില്ല. വീണ്ടും ചിരിക്കല്ലേ? ഇല്ലല്ലോ, ഞാൻ വിശ്വസിച്ചോന്ന്. വൺ സെക്കൻഡ്, ഞാൻ തനിക്ക് പ്രൂഫ് തരാം. ഓക്കെ, നോക്ക്. എനിക്ക് ഭംഗിയുണ്ടോ ഇല്ലയോ? നന്നായിട്ടുണ്ട്. ഇപ്പൊ വിശ്വാസം വന്നില്ലേ? ഇപ്പൊ വിശ്വസിച്ചു. പിന്നെന്തിനാ വീണ്ടും ചിരിക്കുന്ന? നിങ്ങളുടെ കുട്ടിക്കാലത്തെ ശ്രീകൃഷ്ണ വേഷം കണ്ടിട്ടല്ല ഞാൻ ചിരിച്ചത്. ഇപ്പൊ നിങ്ങക്ക് ശ്രീകൃഷ്ണ വേഷം കിട്ടിയ എങ്ങനെ ഉണ്ടായിരിക്കും ആലോചിച്ചിട്ട് അതോർത്ത് ചിരിച്ചു പോയതാ. കണ്ടോ, നിങ്ങൾ
നിങ്ങൾക്ക് ചിരി വന്നില്ലേ? എന്തിനാ വെറുതെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ആ, ചുമ്മാ. ഇല്ല, എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി അല്ലേ? അതല്ല, വേറെ എന്തോ കാരണമുണ്ട്. തന്റെ മനസ്സിൽ എന്താണെന്ന് എന്നോട് പറ. ഉണ്ണിക്കണ്ണൻ വലുതായ ശേഷം എങ്ങനെ ഇരിക്കുന്ന ആലോചിച്ച് നോക്കിയതാ ഞാൻ. അപ്പോഴാ അച്ഛനും അമ്മയും നിങ്ങൾ കുട്ടിക്കാലത്ത് ശ്രീകൃഷ്ണ വേഷം കിട്ടിയ കാര്യം പറഞ്ഞത്. നിങ്ങൾ ആവശ്യമില്ലാതെ വിഷമിക്കുന്ന. നിങ്ങളിപ്പോ കൃഷ്ണവേഷം കിട്ടുന്നതായി സങ്കല്പിച്ച എങ്ങനെ ഇരിക്കുന്നു എനിക്കൊന്ന് കാണണം തോന്നി. അത് ആലോചിച്ചപ്പോ തന്നെ എനിക്ക് ചിരി വന്നു. സോറി. താൻ റെഡിയൊക്കെ ഗോപികമാര് സൂപ്പറായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. താങ്ക്സ്. കൃഷ്ണവേഷത്തില് ഉണ്ണി വളരെ നന്നായിട്ടുണ്ട്. നന്നായിട്ട് അവനെ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ കുഞ്ഞിലെ കെട്ടിയ വേഷത്തേക്കാൾ നല്ലതാണോ ഇപ്പൊ ഉണ്ണിയുടെ ശ്രീകൃഷ്ണ വേഷം? സോറി. സാരമില്ല, ഇപ്പൊ ഉണ്ണി വളരെ നന്നായിട്ടുണ്ട്. അപ്പൊ ഞാനെങ്ങനെ ഉണ്ടായിരുന്നു എന്ന് താൻ തന്നെ നോക്കി പറയണം. നിങ്ങൾ നല്ല സുന്ദരനാ. കായാപൂവോ ശ്യാമമേഘമോ മുരളീ മൃദുരവമോ. കായാപൂവോ ശ്യാമമേഘമോ മുരളീ മൃദുരവമോ. രസഭരമൊഴുകും രാസനിലാവോ രാധാമാനസമോ. അതിസുന്ദരമേതു സഖി. കായാപൂവോ ശ്യാമമേഘമോ മുരളീ മൃദുരവമോ മൃദുരവമോ. ചുംബന മധുരമിന്നോർത്തൂരാതെ. കായാമ്പൂവോ ശ്യാമമേഘമോ മുരളീ മൃദുരവമോ. ലളിതലവങ്കലതാസദനത്തിൽ പ്രിയരാഘമാരോട് ചേരുമ്പോൾ. ലളിതലവങ്കലതാസദനത്തിൽ പ്രിയരാഘമാരോട് ചേരുമ്പോൾ. കുയിൽ രതിസുഖസാരി പാടുന്നു.
മൂന്ന് മരുമക്കളോടുമായിട്ട് പറയുകയാണ്, എല്ലാ വർഷവും നിങ്ങളുടെ അമ്മായിയാണ് പാട്ട് പാടാറ്. ഇനി ആ കർമ്മം നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. ഏട്ടത്തിന്റെ ശബ്ദം നല്ലതല്ലേ ഏട്ടാ? പിന്നെ എന്തിനാ ശബ്ദത്തിന് ഇപ്പോഴേ റിട്ടയർമെന്റ് കൊടുക്കുന്നത്? എനിക്ക് വയസ്സായി പോയിന്ന് ഏട്ടന് തോന്നി തുടങ്ങിയ പിന്നെ എന്ത് ചെയ്യും? അങ്ങനെയൊന്നുമില്ല ജയന്തി, മരുമക്കളും കൂടി പാടിയാലും നന്നായിരിക്കുമെന്ന് കരുതി. മരുമക്കളൊക്കെ പാട്ട് പാടുവോ ഇല്ലയോ? അതുകൊണ്ടാ ഞാൻ പാടാന്ന് പറഞ്ഞേ. അപ്പൊ ഏട്ടൻ വേണ്ടാന്ന് പറഞ്ഞു. എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് കരുതിയിട്ടാ വേണ്ടാന്ന് പറഞ്ഞത്. ഭാവനയ്ക്ക് കുക്ക് ചെയ്യാനല്ലാതെ മറ്റൊന്നും അറിയില്ല ചാ. എനിക്ക് അതെങ്കിലും അറിയാലോ. അപ്പോ എനിക്കൊന്നും അറിയില്ലെന്നാണോ? അതിനി എടുത്തു പറയണോ ഏട്ടാ? അച്ഛാ, ഞാൻ കുട്ടിക്കാലം മുതൽക്കേ സംഗീതം പഠിച്ചിട്ടുണ്ട്. നല്ലത് മോളെ. എന്നാലേ നീ നല്ലൊരു പാട്ട് പാടിക്കേ. ഏയ് വേണ്ട വേണ്ട, ഇപ്പൊ വേണ്ട ചാ. പാടാൻ സമ്മതിക്കൽ. നല്ലൊരു ദിവസമായിട്ട് എന്തിനാ വെറുതെ ഈ സന്തോഷം തല്ലിക്കെടുത്തുന്നേ? എന്റെ അമ്മ വളരെ നന്നായിട്ട് പാടും അമ്മമ്മേ. ഉണ്ണി, അമ്മ പാടമ്മേ. മിണ്ടാതിരിക്കുക. നമ്മുടെ വീട്ടിലെ അമ്മ തന്നെയല്ലേ പാട്ട് പാടുന്നത്. എവിടെയും കൂടി ഒന്ന് പാടമ്മേ. അവള് പാട്ട് പാടുവോ ഇല്ലയോ? എന്തിനാ നിർബന്ധിക്കുന്നതുണ്ണി? അമ്മയ്ക്ക് വളരെ നന്നായിട്ട് പാടാനറിയാം. അമ്മ പാടുന്നത് കേട്ടാ കുയില് പാടുന്നത് പോലെ ഇരിക്കുമെന്നാ അമ്മമ്മ അപ്പൂപ്പനും എപ്പോഴും അമ്മ പാടുമ്പോ പറയുന്നത്. അമ്മയ്ക്ക് കുറെ സ്റ്റുഡൻസും ഫാൻസും ഒക്കെ ഉണ്ട്, അറിയാവോ നിങ്ങൾക്കൊക്കെ? പാടമ്മേ, പാട്. ഇവിടെയുള്ള എല്ലാവർക്കും കാണിച്ചു കൊടുക്ക്. പിന്നീട് പാടിയാൽ മതി ഉണ്ണി. ഇപ്പൊ അമ്മയെ ബുദ്ധിമുട്ടിക്കണ്ട. പൂജ കഴിഞ്ഞു, ഇനി ഉറിയടിക്കുന്ന ചടങ്ങാണ് ബാക്കി. എല്ലാരും തയ്യാറായിരിക്കണം. അച്ഛാ, എല്ലാ കൃഷ്ണ ജയന്തിക്കും അച്ഛൻ സമ്മാനങ്ങൾ കൊടുക്കാറില്ലേ? ഈ വർഷം എന്താ സമ്മാനമായിട്ട് തരാൻ പോകുന്നേ? ശരിയേട്ടാ, ഞാനും അത് ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നതാ. എന്ത് സമ്മാനാ തരാൻ പോന്നേ? ആരിന്ന് ഉറിയടിയിൽ ജയിക്കുന്നോ അവരെന്ത് ചോദിച്ചാലും ഞാനിന്ന് കൊടുക്കും. എന്താ ഏട്ടാ ഇങ്ങനെ ഒരു സമ്മാനം കൊടുക്കുന്നത്? ആരെങ്കിലും ചോദിക്കാൻ പാടില്ലാത്ത ചോദിച്ചാ എന്ത് ചെയ്യും? എന്റെ തല പണയം വെച്ചിട്ടാണെങ്കിലും അവര് ചോദിക്കുന്നത് കൊടുക്കും ജയന്തി. നിങ്ങളുടെ മനസ്സ് എനിക്കറിയില്ലേടാ. മക്കളെ പറ്റി ഏട്ടന് അറിയാലോ ഏട്ടാ. മരുമക്കൾ എന്ത് ചോദിക്കോ എന്തോ. അവരും ഈ വീട്ടിലെ മക്കള് തന്നെയല്ലേ. ഉറിയടി തുടങ്ങട്ടെ, വിജയിച്ചോളൂ. നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ തരും. അല്ലയോ മീരാഭായ്, നിങ്ങളെ തന്നെയാണ് മീരാഭായ്. ആ അതെ അതെ, നിങ്ങളെ തന്നെയാണ് ആ മീരാഭായ്. ആ ആ താങ്ക് യു ബോബി. കുറഞ്ഞ പക്ഷം നീയെങ്കിലും ഈ വേഷത്തിന്റെ പേര് വിളിച്ചല്ലോ. അങ്ങനെ വിളിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്ത് വേഷ കെട്ടിയിരിക്കുന്നതെന്ന് മറ്റുള്ളവർക്ക് അറിയണ്ടേ? ഇപ്പോഴല്ലേ ഞാൻ നിനക്കൊരു താങ്ക്സ് തന്നത്, അപ്പൊ തന്നെ തുടങ്ങിക്കോ നീ. അതൊക്കെ പോട്ടെ, നീ എനിക്കൊരു സഹായം ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ പേരിൽ പുതിയതായിട്ട് ഒരു ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കണമെന്നാണോ? എനിക്ക് എന്തിനാണ് അതൊക്കെ? നീ ആ കയറ് കുറച്ചൊന്ന് താഴ്ത്തി വെക്കുകയാണെ ഞാൻ ഉറിയടിക്കാം. എന്താ ഇത്? നിങ്ങൾ ഉറിയടിക്കാൻ പോകുന്നു? എന്താ, ഞാൻ അടിച്ചാ പറ്റില്ലേ? വേണ്ടാത്ത പണി നിങ്ങൾക്ക് എന്തിനാ? എന്താന്ന് വെച്ചാ അതില് ജയിച്ചാ ഏട്ടൻ ചോദിക്കുന്ന തരാന്ന് പറഞ്ഞില്ലേ? ഉറിയടിച്ചിട്ട് നിങ്ങൾ എന്താ ആവശ്യപ്പെടാൻ പോകുന്നു? അതാ അതെന്ന് വെച്ചാ അത് തന്നെയാടാ. മാഡം മാഡം, ഞാൻ എന്തെങ്കിലും തെറ്റിദ്ധരിച്ചു പോവും. ഒന്ന് മനസ്സിലാവുന്ന പോലെ പറയും. എന്റെ കല്യാണം ബോബി. നിങ്ങൾക്ക് ഇതുവരെ കല്യാണം കഴിക്കണമെന്നുള്ള ആഗ്രഹം തീർന്നില്ലേ? എനിക്ക് അതിന് മാത്രം വയസ്സൊന്നും ആയില്ല.
എന്റെ കല്യാണ മോഹങ്ങൾ മറന്നു കളയാൻ. ഇപ്പോഴും എനിക്ക് വേണ്ടി പുറകെ നടക്കാൻ ആളുകളുണ്ട്, അറിയോ നിനക്ക്? ആ. അതെ മേഡം, നിങ്ങളുടെ പുറകെ നടക്കുന്നവരുണ്ടോന്ന് എനിക്കറിയില്ല. നിങ്ങൾ കാരണം കഷ്ടപ്പെടുന്നവർ ഒരുപാടുണ്ട്. ആ, ബോബി, ശരി ശരി, നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹം ഞാനെന്തിനാ ഇല്ലാണ്ടാക്കുന്നേ? സഹായിക്കാം സഹായിക്കാം. അത് പിന്നെ ഞാൻ കുറച്ചു നാണിച്ചാലും എന്റെ കല്യാണത്തിനെ പറ്റി നീ വേണം ചേട്ടനോട് പറയാൻ. ചെരുപ്പ് ആ, അതൂരി എന്നെ അടിക്കും. എന്താ ബോബി നീ ഇങ്ങനെ പറയുന്നേ? അതുകൊണ്ടല്ല, നിങ്ങളെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഒരു കാര്യത്തിൽ മാത്രം ഞാൻ സഹായിക്കാം, ബാക്കി നിങ്ങളുടെ കാര്യമല്ല, നിങ്ങൾ തന്നെ നോക്കിക്കോണം. എന്തെങ്കിലുമൊക്കെ ചെയ്യേ. കിളവിയായിട്ടും കല്യാണം കഴിക്കാൻ നടക്കുന്നു. എന്നെ കെട്ടണമെന്ന് പറയാത്തത് നന്നായി, അല്ലെങ്കിൽ എന്റെ ഭാര്യ കളഞ്ഞിട്ട് പോയേനെ. എന്താ നിന്റെ പുതിയ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, നീ വേണം ഉറി അടിക്കാൻ. അയ്യോ, ഉറിയടിക്കാനോ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഇത്രയും വയസ്സായിട്ടും ഇപ്പോഴും ഉറിയടിക്കാൻ അറിയില്ലേ? ആ, വയസ്സും അതിനും തമ്മിൽ എന്താ അടിബന്ധം? ഉണ്ട്. എത്ര നാളിങ്ങനെ ഇരിക്കും? ഇപ്പൊ ഞാൻ നന്നായിട്ടല്ലേ ഇരിക്കുന്നേ, പിന്നെ എന്തിനാ പുതിയ തലവേദനയൊക്കെ? ഏട്ടാ, ഇത് തലവേദന അല്ല, തല ഉയർത്തി നടക്കാൻ വേണ്ടിട്ടാ. ഇപ്പൊ ഞാൻ ആരുടെ മുന്നിൽ തല കുനിച്ചുന്നാ? നിന്റെ അച്ഛന്റെയും ചേട്ടന്മാരുടെയും മുമ്പിൽ. അതൊന്നും ഒരു തെറ്റല്ല ഭാവനെ. തെറ്റാണെന്ന് ഞാനും പറഞ്ഞില്ലല്ലോ. ചേട്ടനായിട്ടൊരു ഉത്തരവാദിത്തം വേണമെന്നാ പറഞ്ഞത്. നോക്ക്, സംസ്കൃതി ഇവന്റില് ഞാനും ഉണ്ടല്ലോ. അല്ല, നിനക്ക് സ്വന്തമായിട്ടൊരു ഈവന്റ് വേണം. ആ, അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ചെയ്യാനും പോകുന്നില്ല. എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ അവസാനം വരെ ഇങ്ങനെ തന്നെ ഇരിക്കാൻ പോവാണോ? ഒരുമിച്ച് ജോലി ചെയ്തു വെച്ചാൽ എന്ത് നഷ്ടമുള്ളേ? നിനക്ക് ഒരു ഇൻഡിവിജ്വാലിറ്റി വേണം അഖിൽ. തനിയെ സ്വന്തമായിട്ട് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഭാവനെ. ചെയ്യണം ഏട്ടാ. ഏട്ടൻ ഒരു ഈവന്റ് ചെയ്ത് അത് പ്രൂവ് ചെയ്യണം. സംസ്കൃതി ഇവന്റിന് സൈമിൾട്ടേനിയസ് ആയിട്ടും വേറൊരു ഇവന്റ് തുടങ്ങാൻ കഴിയില്ല. അച്ഛൻ തന്ന ഓഫർ പ്രയോജനപ്പെടുത്തിക്കൂടെ? ഉറിയടിച്ച് ജയിച്ച് സെപ്പറേറ്റ് ആയിട്ട് ഈവന്റ് ചെയ്യാമെന്ന് ചോദിക്കാം. എനിക്ക് ഉറിയടിക്കാനേ അറിയില്ല, പിന്നെ എങ്ങനെ ഇവന്റ് ചെയ്യുന്ന ഭാവനെ? ഏട്ടനെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഉറിയടിച്ച് ജയിച്ചിട്ട് ഒരേ ഒരു ഈവന്റ് തരാൻ അച്ഛനോട് ചോദിക്കണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ അച്ഛനും അബിയും അഖിലും ഒക്കെ ഉണ്ടല്ലോ. ഏട്ടനൊന്ന് ശ്രമിച്ചൂടെ? നീ എന്ത് പറഞ്ഞാലും ശരി കാർത്തിക, എനിക്ക് തനിയെ ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ല. എന്നുവെച്ചാ എപ്പോഴും അച്ഛന്റെയും ചേട്ടന്മാരുടെയും കീഴിൽ ഇതുപോലെ പണിയെടുത്ത് ജീവിക്കാന്നാണോ? അങ്ങനെ ഇരുന്ന എന്താ കുഴപ്പം? ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് ഇവന്റ് ഒക്കെ ചെയ്ത് ആരെ ഇംപ്രസ് ചെയ്യിക്കാനാ? ആരെയല്ല ഏട്ടാ, ഏട്ടനെ തന്നെ പ്രൂവ് ചെയ്യണം. അന്നൊരിക്കൽ അച്ഛൻ ഏട്ടൻ എന്താ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? അച്ഛൻ എന്റെ നല്ലതിന് വേണ്ടിയല്ലേ ചെയ്യുന്നേ? ഞാൻ നമ്മുടെ നല്ലതിന് വേണ്ടിയാ പറയുന്നത്. വേണമെങ്കിൽ ഇൻവെസ്റ്റിന് വേണ്ടി എന്റെ മോം പണം തരും. നീ ഈവന്റ്സ് കൊണ്ടുവാ, ഞാൻ ഡിസൈൻ ചെയ്യാം. എന്തിനാ നീ എന്നെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നേ? അവിടെ പൂജയില് നിനക്ക് പാചകം അല്ലാതെ ഒന്നും അറിയില്ലെന്ന് പറഞ്ഞുകൊണ്ടാണോ? നിനക്ക് കണക്ക് നോക്കാനല്ലാതെ വേറെ ഒന്നും തന്നെ അറിയില്ലെന്ന് എല്ലാവരും പറയുന്നത്. ഈവന്റ് കൂടി ചെയ്യാൻ കഴിയുമെന്ന് ഏട്ടൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം. അതിന്റെ ഒന്നും ആവശ്യമില്ല, എല്ലാവരും ഒന്നായി തന്നെ ഇരിക്കണം. നിന്നെ കൊണ്ട് അതിന് പറ്റില്ലെങ്കിൽ ഞാൻ തന്നെ ആ ഉറിയടിച്ച് അച്ഛനോട് ചോദിച്ചോളാം. അങ്ങനെയൊന്നും ചെയ്യല്ലേ, എല്ലാരും മുമ്പിൽ എന്റെ മാനം പോവും. നിങ്ങളുടെ മാനം പോവാതെ തല ഉയർത്തി നിർത്തണമെന്ന എന്റെ ആഗ്രഹം.